കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നാണോ, എന്നെ തല വെട്ടുമെന്നാണോ ഉദ്ദേശം? എനിക്ക് സംശയമുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഒരു ഭീഷണി സ്വരത്തിലാണ് എൻ്റെ തല വെട്ടുന്നത്. ഇതിലേറെ രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഫൈൽ പിക്ചർ EMS ആണ്. എനിക്കൊന്നും പറയാനില്ല, എനിക്ക് പറയാനില്ല. കാരണം വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല. ഞാനതിനെക്കുറിച്ച് കൂടുതൽ ഇതിൽ കമൻറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാത്തതെന്നുള്ളത് രീതിയിൽ ഒരു കമൻറ്റ് അടിക്കാനുള്ള എനിക്ക് ഗൗരവമായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അഖിലിനെ വിമർശിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എസ്പെഷ്യലി അഖിൽ മാരാർ പറയുന്നുണ്ട് അഖിൽ മാരാരുടെ ഫാൻസ് ടോക്സിക് അല്ല. അഖിൽ മാരാരുടെ ഫാൻസ് തീരെ അഖിലും ടോക്സിക് അല്ല. അഖിൽ മാരാരുടെ ഫാൻസ് ദർശനത്തിലൊരു വിമർശനം പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇതുപോലെ കഴുത്തിന് മുകളിൽ തല കാണില്ല, കൊല്ലുന്നതിൻ്റെ അർത്ഥം കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നുള്ള കമൻറ്റൊന്നും ഒരു ടോക്സിക് സീസണിൽ വന്നിട്ടില്ല. കുറച്ച് തെറി കൂടുതൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രാക്ക് വന്നിട്ടുണ്ട്, ശാപവാക്കുകൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ സീരിയസ് ആയിട്ട് കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നുള്ളതൊന്നും ഇതുവരെ വന്നിട്ടില്ല. സന്തോഷ് കൃഷ്ണ, സന്തോഷേ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും... നമസ്കാരം. തംബ്നെയിലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നത്തെ വീഡിയോ കുറച്ച് സീരിയസ് ടോപ്പിക്കാണ്. സീരിയസ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് തെറി കമൻറ്റ്സ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടും കുറച്ച് ഗൗരവമായിട്ടും ഞാൻ കാണുന്ന ഒരു കമൻറ്റാണ്. ആ ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റ്സ് വരും, അങ്ങനെ ഇൻഡിവിജ്വൽ കമൻറ്റ്സ് ഒന്നും എടുത്തിട്ട് നമ്മൾ വീഡിയോ ആക്കാറില്ല. ഇത് ഞാൻ ചെയ്യാനുള്ള റീസൺ എന്താ അറിയോ? ഇത് വന്നിട്ടുള്ള വീഡിയോ ഞാൻ ഇന്ന് രാവിലെ അഖിൽ മാരാരെ ഇനോഗ്രേഷൻ സ്റ്റാർ എന്ന് വിളിച്ചിട്ടുള്ള ഒരു വീഡിയോനടിയിലാണ് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇനോഗ്രേഷൻ സ്റ്റാർ എന്ന് വിളിച്ചിട്ട് നമ്മൾ കളിയാക്കുന്ന പോലെ ഞാൻ സംസാരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അഖിൽ മാരാരെയാണ്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 5 തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു എതിർപ്പ് പോലെ ഒരു എതിർപ്പിലായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയെന്ന് അഖിൽ. അത് കഴിഞ്ഞതിന് ശേഷം അഖിലിൻ്റെ പെർഫോമൻസ് കാരണം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 സീസണിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഒരാളെ ഇഷ്ടപ്പെടുക. അതുപോലെ അഖിലിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടം തോന്നി. സീസൺ തുടങ്ങുന്നത് ഒരു 5 ദിവസം മുതൽ 10 ദിവസം മുതൽ അഖിൽ ജയിച്ച് പുറത്ത് വന്ന് അത് കഴിയുന്നത് വരെ അഖിലിനെ കട്ട സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഈ ചാനലിലൂടെ, ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ ചാനലിലൂടെ അഖിലിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ആ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് മുന്നേ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ഡോക്ടർ റോബിൻ്റെ കേസിൽ പോലും ഞാൻ എതിര് സംസാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ സമയത്ത് നമ്മൾ ബിഗ് ബോസ് സീസൺ 5 ആണ് നടന്നുകൊണ്ടിരുന്നത്. അതിൽ 4ൻ്റെ കാര്യം പല കാര്യങ്ങളും സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് സൈബർ അറ്റാക്സും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് ഞാനത് സംസാരിച്ചുള്ളത്. ആ സമയത്തുള്ള വീഡിയോസ് കണ്ടവർക്ക് ഈ കാര്യം വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ അന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാനുള്ള റീസൺ എന്നറിയോ? ഈ കമൻറ്റ് രണ്ടും കൂടി കണക്ട് ചെയ്ത് പറയാനുള്ള കാരണം വെച്ചാൽ അഖിൽ 2 ദിവസം മുന്നേ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു. അഖിൽ മറ്റേ ഇതിന് മുന്നുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആൾക്കാരൊക്കെ ടോക്സിക് ഫാൻസ് ആണ്. ആ ടോക്സിക് ഫാൻസ് കാരണം കംപ്ലീറ്റ് ടോക്സിസിറ്റിയാണ്. വീട്ടിൽ ടോക്സിക് ആയിട്ട് നടക്കുന്നവർക്കാണ് ഇതുപോലുള്ള, അതായത് വീട്ടിൽ ഒരു അങ്ങനത്തെ ആയിരിക്കും, അങ്ങനത്തെ ആൾക്കാരാണ് ഈ ടോക്സിസിറ്റി എൻജോയ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള അഖിലിനെ എതിർത്തത് കൊണ്ട് ഞാനതാണ് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞു. അഖിലിൻ്റെ ഫാൻസ് ഒരുപാട് ടോക്സിക് ഉണ്ടായിരുന്നു. ഞാൻ എവിടെയൊക്കെ അഖിലിനെ ജസ്റ്റ് ചെറുതായിട്ട് ആ സമയത്തൊക്കെ അഖിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന സമയത്തും 1 2 ചെറിയ കാര്യങ്ങൾ നമ്മൾ തിരിച്ചു പറയുമ്പോൾ പോലും എനിക്ക് കണ്ടമാനം സൈബർ അറ്റാക്ക് എനിക്ക് ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിരുന്നു. അപ്പോൾ അഖിൽ മാരാർ വളരെ ഇപ്പോൾ 2 ദിവസം DFKൻ്റെ കൂടെ വന്ന് ആ ഒരു ഇഷ്യൂ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ സമയത്തും അഖിൽ പറഞ്ഞു ടോക്സിക് ഫാൻസ് ആയിരുന്നു മുന്നുള്ളത്. എസ്പെഷ്യലി ഡോക്ടർ റോബിൻ്റെ കേസ് തന്നെയാണ് പറഞ്ഞത്. രജിത് സാറിൻ്റെ കേസിൽ, ഡോക്ർ റോബിൻ്റെ കേസിൽ എടുത്തിട്ടാണ് കുത്തിയിട്ട് അഖിൽ പറഞ്ഞിട്ടുള്ളത് ടോക്സിക് ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, എനിക്കിപ്പോൾ ഇന്ന് വളരെ സീരിയസ് ആയിട്ട് തെറിവിളി അല്ല, ഒരു വധഭീഷണി, അതാണ് ഞാൻ പറയുന്നത്. തെറിവിളിയാണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കാം. വളരെ സീരിയസ് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു വധഭീഷണി കമൻ്റാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അഖിൽ മാരാരുടെ ഫാൻസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്കൊരു ആളെ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ, അപ്പോൾ ഒരു തെറ്റ് കണ്ടാൽ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വളരെ ബേസിക് ആയിട്ടൊരു സംഗതിയല്ലേ. ഓക്കെ, ഇത് ഒരു ഫേക്ക് ഐഡിയ എന്താ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ വ്യക്തി എൻ്റെ ചാനലിൽ ഒരുപാട് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന എന്തോ അറിയില്ല, എനിക്ക് പല വീഡിയോസിലും എനിക്ക് ഒരുപാട് കമൻറ്റ്സ് ഇട്ടിട്ട് പഴയ, അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഫേക്ക് ഐഡിയ അല്ല എന്നുള്ളത്. എനിക്ക് ഇട്ട കമൻറ്റ് ഇതാ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നു. ഞാൻ കംപ്ലീറ്റ് വായിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ചാനലിൽ കുറച്ച് ഫീമെയിൽ ഓഡിയൻസ്, കുറച്ച് പ്രായമുള്ള ആൾക്കാരും കുറച്ച് സംസ്കാരമുള്ള ആൾക്കാർ കുറച്ച് കാണുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഞാൻ ഇത് കമൻറ്റ് ഞാൻ അതിൽ പറയുന്ന വേർഡ്സ് ഞാൻ പ്രത്യേകമായിട്ട് വായിക്കുന്നില്ല. പ്ലസ് ഇതിന് മറുപടി ഞാൻ ഇതിന് കൊടുക്കുന്നില്ല. ഒരു മറുപടി ഞാൻ ഇതിന് കൊടുക്കുന്നില്ല ഈ കമൻറ്റിൽ കേട്ടോ. അതിട്ട് നമ്മളെന്താ അറിയാമോ, മറുപടി പറയാനോ ഇതിന് ഈ രീതിയിൽ ഞാൻ ഈ രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കാത്ത ആളൊന്നുമല്ല. ഇതിലേറെ നന്നാക്കിയിട്ട് നമ്മൾ ക്ലോസ് സർക്യൂട്ടിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. ഇതിലേറെ നല്ല സൂപ്പറായിട്ട് ഞാൻ മറുപടി കൊടുക്കാനും പറ്റും. ചില കേസിൽ ഞാൻ അത്രയും ഒഫൻഡഡ് അത്രയും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ നല്ല രീതിയിൽ കട്ടക്ക് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയോ നന്നായിട്ട് അറിയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാത്ത ആളൊന്നല്ല. പരാതി ഇതിപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സാധനം കൂടുതൽ ഉണക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ പഴയ ചാനൽ പൊട്ടിയോ? എൻ്റെ പഴയ ചാനലൊന്നും എവിടേക്കും പോയിട്ടില്ലടാ. എൻ്റെ പഴയ ചാനൽ തന്നെയാണിത്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതൊന്നും പോയി അടുത്ത് വേറെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇത് പോവുകയാണെങ്കിൽ അടുത്ത വേറെ ചാനലുണ്ട്, വേറെ തുടങ്ങുകയും ചെയ്തു. ഇതോടുകൂടി നിർത്താനുള്ള പരിപാടിയില്ല. പിന്നെ ഏറ്റവും രസം അവസാനത്തെ കമൻറ്റ്, തലയിൽ നിൻ്റെ കഴുത്ത് കാണില്ല, തലയിൽ നിൻ്റെ കഴുത്ത് കാണില്ല മലക. എനിക്ക് മനസ്സിലായില്ല, എനിക്ക് കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നാണോ, എന്നെ തല വെട്ടുമെന്നാണ് ഉദ്ദേശം, എനിക്ക് സംശയമുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഒരു ഭീഷണി സ്വരത്തിലാണ് എൻ്റെ തല വെട്ടുന്നത്. ഇതിലേറെ രസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഫൈൽ പിക്ചർ EMS ആണ്. എനിക്കൊന്നും പറയാനില്ല, ഒന്നും എനിക്ക് പറയാനില്ല. കാരണം വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല. ഞാനതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇതിൽ കമൻറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാത്തതെന്നുള്ളത് എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് അറിയാം. കാരണം രാഷ്ട്രീയ ചായ്വും പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ EMSൻ്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് എൻ്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നാണ് ഉദ്ദേശം ഒന്നുണ്ട് ഈ ഒരു കമൻറ്റ്. ഈ കമൻ്റ് ഇട്ട വ്യക്തി സന്തോഷ് കൃഷ്ണ 2493 എന്നൊരു ID എന്നാണ്. ഞാൻ അല്ലാന്ന് പറയാൻ കാരണം വെച്ചാൽ കുറേ വർഷം മുന്നേ ജോയിൻ ചെയ്താണ്. ഒരു പ്രൊഫൈലാണ്, ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലാണിത്. പ്ലസ് ഇത് എന്താ പറയുക, ഇത് കമൻസ് ഒരു സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ ഗൗരവമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ കഴുത്തിന് മുകളിൽ നിന്ന് തല കാണില്ല എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് അടിക്കാനുള്ള എനിക്ക് ഗൗരവമായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അഖിലിനെ വിമർശിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ എസ്പെഷ്യലി അഖിൽ മാരാർ പറയുന്നുണ്ട്, അഖിൽ മാരാരുടെ ഫാൻസ് ടോക്സിക് അല്ല. അഖിൽ മാരാരുടെ ഫാൻസ് തീരെ അഖിലും ടോക്സിക് അല്ല, അഖിൽ മാരാരുടെ ഫാൻസും ടോക്സിക് അല്ല. ടോക്സിക് ആയിട്ടിരുന്നവർ ഇതിന് മുന്നത്തെ സീസണിലുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു അല്ലേ. അത് ഞാനും അത് പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. പക്ഷേ അഖിൽ മാരാർ ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞ കാര്യം, അഖിൽ മാരാർക്ക് ടോക്സിക് ഫാൻസ് ഇല്ല. അപ്പം ഞാൻ അഖിലിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുള്ള കുറ്റമല്ല, എനിക്ക് തോന്നിയൊരു കാര്യം തോന്നി. എനിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്ക് നമുക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് എന്തായാലും. അപ്പോൾ ആ വിമർശനത്തിലൊരു വിമർശനം പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇതുപോലെ കഴുത്തിന് മുകളിൽ തല കാണില്ല, കൊല്ലുന്നതിൻ്റെ അർത്ഥം കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നുള്ള കമൻറ്റൊന്നും ഒരു ടോക്സിക് സീസണിൽ വന്നിട്ടില്ല. കുറച്ച് തെറി കൂടുതൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പ്രാക്ക് വന്നിട്ടുണ്ട്, ശാപവാക്കുകൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ സീരിയസ് ആയിട്ട് കഴുത്തിന് മുകളിൽ തല കാണില്ല എന്നുള്ളതൊന്നും ഇതുവരെ വന്നിട്ടില്ല. സന്തോഷ് കൃഷ്ണ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ കഞ്ചാവ് അടിച്ചിരിക്കുന്ന നേരത്തെ വല്ലതും വിളിച്ച് പറഞ്ഞതായിരിക്കും വിചാരിക്കുക, അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്ത നീ വല്ലതും വിളിച്ച് പറഞ്ഞാന്നുണ്ടെങ്കിൽ. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കയ്യിലൊരു പ്രൂഫായിട്ടിരിക്കട്ടെ. തലയിൽ നിൻ്റെ കഴുത്ത് കാണില്ല എന്ന് പറഞ്ഞാൽ, തലയിൽ കഴുത്ത് കാണില്ല പറഞ്ഞാൽ കഴുത്തും എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ചിലപ്പോൾ വല്ല കഞ്ചാവ് അടിച്ചിരിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ വെളിവില്ലാത്ത നേരത്തെ ചിലപ്പോൾ വല്ല പ്രാന്തനായിക്കൂടല്ലേ അല്ലേ ഈ അഖിൽമാരാർ ഫാന് അല്ലേ. ഫാനിസം തലയ്ക്ക്, അഖിലിൻ്റെ ഫാനിസം, അഖിലിൻ്റെ ഇനോഗ്രേഷനും പരിപാടിയും കാര്യങ്ങളും അങ്ങനത്തെ സംസാരവും പരിപാടിയൊക്കെ കേട്ട് തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ചങ്ങായി പറഞ്ഞു. പക്ഷെ അങ്ങനെ ഫാനായിട്ട് നടക്കുന്നവർക്ക് ഒരിക്കലും EMSൻ്റെ ഫോട്ടോ പ്രൊഫൈലായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. എന്താ അതിൻ്റെ ഒരു നിഗൂഢത നമുക്ക് മനസ്സിലാവണില്ല. എന്താണെന്നുണ്ടെങ്കിലും സംഗതി കുറച്ച് ഗൗരവമായിട്ട് തന്നെ കാണുന്നു. ഞാൻ ഈ ഒരു സംഗതി എടുത്തു വെക്കുന്നു. മറുപടി ഞാനൊരു കമൻറ്റായിട്ടൊന്നും പറയുന്നില്ല. ഇതിവിടെ കിടക്കട്ടെ. സന്തോഷ് കൃഷ്ണ എന്ന പ്രൊഫൈൽ, നിങ്ങൾ കാണുന്ന ഈ സന്തോഷ് കൃഷ്ണ എന്ന പ്രൊഫൈലിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ളൊരു കമൻറ്റാണ്, കഴുത്തിന് മുകളിൽ തല കാണില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അഖിൽമാരാരുടെ കാര്യങ്ങളൊന്നും എടുത്ത് പറയാതിരിക്കില്ല. നാളെ വരെ വീണ്ടും വല്ല അഖിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതേമാതിരി എന്തെങ്കിലും സംഗതി ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വിമർശനമായിട്ട് പറയും. ഇനി അതിനിപ്പോൾ ഒരു വന്ന് കഴുത്ത് തൊട്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ വന്നോളൂ, നമ്മൾ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ മറുപടി അറിയാത്ത ആളൊന്നല്ല, നന്നായിട്ട് പറയാൻ പറ്റും. കുറച്ച് ഫാമിലി ഓഡിയൻസൊക്കെ ഈ ഒരു ചാനൽ കാണുന്നൊറ്റ കാര്യം കൊണ്ടാണ് ആ ഒരു രീതിയിൽ മറുപടി പറയാത്തത്. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ് കേട്ടോ. ഗോഡ് ബ്ലെസ്.